തള്ളിടുമ്പോൾ പറ്റിച്ചേർന്നവൻ നിൽക്കുമേ, ഒടുവിലൻ പക്ഷത്തു ചേർന്നിടുമേ. പറ്റിച്ചേർന്നവൻ നിൽക്കുമേ, ഒടുവിലൻ പക്ഷത്തു ചേർന്നിടുമേ. ൊടുവിട്ടൊടുവിട്ട നാട്ടിൽ വീടിന്റെ മുൻപിലെത്തും, പാടിടും ജയഗീതമേ ഞാൻ പങ്ക പാടുകളേറ്റവനാ. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്നത്തെ പ്രഭാത ധ്യാനത്തിനായി 52 സങ്കീർത്തനം 8 വാക്യം. ഞാനോ ദൈവത്തിൻ്റെ ആലയത്തിങ്കൽ തഴച്ചിരിക്കുന്ന ഒലിവ് വൃക്ഷം പോലെയാകുന്നു. ഞാൻ ദൈവത്തിൻ്റെ ദയയിൽ എന്നും എന്നേക്കും ആശ്രയിക്കുന്നു. ചുറ്റും അനീതി നിറഞ്ഞിരുന്നെങ്കിലും ദാവീദ് തൻ്റെ പ്രത്യാശ മനുഷ്യനിലല്ല, ദൈവത്തിലായിരുന്നു. അതുകൊണ്ടാണ് അദ്ദേഹം സ്വയം ദൈവത്തിൻ്റെ ആലയത്തിലെ തഴച്ചിരിക്കുന്ന ഒലിവ് വൃക്ഷം എന്ന് വിശേഷിപ്പിക്കുന്നത്. ഒലിവ് വൃക്ഷം എളുപ്പത്തിൽ ഉണങ്ങിപ്പോകുന്നില്ല, കാരണം അതിൻ്റെ വേരുകൾ ആഴത്തിൽ പോകുന്നു. ദൈവസന്നിധിയിൽ ജീവിക്കുന്നവർ ആത്മീകമായി ശക്തരാകും. പ്രാർത്ഥനയും ദൈവവചനവും നമ്മുടെ ആത്മീയ വേരുകളെ ആഴപ്പെടുത്തുന്നു. സാഹചര്യങ്ങൾ മാറിയാലും ദൈവത്തിൽ ഉറച്ചു നിൽക്കുന്നവർ കുലുങ്ങുകയില്ല. തഴച്ചിരിക്കുന്നു എന്നത് ജീവനും വളർച്ചയും പ്രത്യാശയും സൂചിപ്പിക്കുന്നു. വിശ്വാസിയുടെ ജീവിതം എപ്പോഴും പുതുമയുള്ളതായിരിക്കണം. പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം നമ്മെ ആത്മീകമായി പുതുക്കുന്നു. ലോകം ക്ഷീണിച്ചാലും ദൈവത്തിൽ ജീവിക്കുന്നവർ പുതുമയോടെ നിലനിൽക്കും. ദാവീദ് തൻ്റെ ശക്തിയിലോ സമ്പത്തിലോ അല്ല, ദൈവത്തിൻ്റെ അചഞ്ചലമായ സ്നേഹത്തിലായിരുന്നു ആശ്രയം വെച്ചത്. ദൈവത്തിൻ്റെ ദയ ഒരിക്കലും പരാജയപ്പെടുന്നില്ല. മനുഷ്യൻ കൈവിട്ടാലും ദൈവം കൈവിടുകയില്ല. പ്രതിസന്ധികളിൽ നമ്മുടെ സുരക്ഷ ദൈവകൃപയിലാണ്. ഒലിവുമരം എണ്ണയും ഫലവും നൽകുന്നു. വിശ്വാസിയുടെ ജീവിതം മറ്റുള്ളവർക്ക് അനുഗ്രഹമാകണം. നമ്മുടെ വാക്കുകളും പ്രവൃത്തികളും ക്രിസ്തുവിനെ വെളിപ്പെടുത്തുന്നതാകണം. ആത്മാവിൻ്റെ ഫലങ്ങൾ നമ്മുടെ ജീവിതത്തിലൂടെ പ്രകടമാകണം. പ്രിയരെ, ദുഷ്ടന്മാർ താൽക്കാലികമായി വിജയിച്ചാലും ദൈവത്തിൽ ആശ്രയിക്കുന്നവർ ഒലിവുമരം പോലെ സ്ഥിരതയോടെ പച്ചപ്പോടെ ഫലപ്രദമായി നിലനിൽക്കും. പ്രാർത്ഥിക്കാം. കർത്താവേ, ദേവാലയത്തിലെ തഴച്ചു വളരുന്ന ഒലിവ് വൃക്ഷം പോലെ നിന്നിൽ വേരൂന്നി ജീവിതം നയിപ്പാൻ എന്നെ ഇടയാക്കണമേ. മഹത്വം നീ എടുക്കണം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമീൻ.